ഗൈസ്, നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയും എന്ന് പറയുന്ന ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങളാണ്. അപ്പം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, ഇന്നിപ്പം നമ്മൾ വീഡിയോ ചെയ്യുന്നത് നവംബർ 14-നാണ്. ഏതാണ്ട് 47 ദിവസമുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ എന്തിന് നമ്മൾ ഒരു ജനുവരി ട്രാൻസ്ഫറിനെ പറ്റി ഒക്കെ ചിന്തിക്കണം എന്നുള്ളത്. സോ അതിൻ്റെ കാര്യങ്ങൾ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പൊതുവേ നമ്മൾ അങ്ങനെ ഒരു പ്രോ ആക്റ്റീവ് അപ്രോച്ച് കൊടുക്കുന്ന ഒരു മാനേജ്മെൻ്റ് അല്ല എന്നുള്ളത് അറിയാം. അതിപ്പോൾ ഇനി ജനുവരിയിൽ പ്രത്യേകിച്ച് നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ വർക്ക് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. പിന്നെ നമ്മുടെ നിഖിലും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, ജനുവരി ഒരു ഐഡിയൽ വിൻഡോ അല്ല അങ്ങനെ സൈനിങ്ങിന് ഒക്കെ പറ്റിയെന്നുള്ളത്. അങ്ങനത്തെ ഒരു സംഭവമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണെങ്കിലും പുതിയ CEO ആണല്ലോ ഇപ്പോൾ ഉത്തരവാദിത്തങ്ങളൊക്കെ ഏറ്റെടുക്കുന്നത്. പുള്ളി ട്വിറ്ററിലൊക്കെ തകർക്കുകയാണ്. ഇതിപ്പം കാണുമ്പോഴത്തേക്കും ചില കാര്യങ്ങളൊക്കെ പറയാൻ തോന്നുന്നുണ്ട്, പക്ഷെ ഞാനൊന്നും പറയുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വരട്ടെ, എങ്ങനെ വർക്ക് ചെയ്യും, ഞാൻ മുമ്പ് പറഞ്ഞ പോലെ വേർഡ്സിനേക്കാൾ എങ്ങനെ വർക്ക് ചെയ്യും എന്നുള്ളത് നോക്കട്ടെ, അത് ക്ലബിന് എങ്ങനെ ബെനിഫിറ്റ് ആയിട്ട് മാറും എന്നുള്ളത് നോക്കട്ടെ. ഈ ഒരു പ്രോ ആക്റ്റീവ് തിങ്ങിനെ പറ്റി പറയുന്നൊരു സമയത്ത് ആദ്യം പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ വർക്ക് ചെയ്യുന്നൊരു കാര്യമാണ്. അപ്പം ഈ ഒരു സമ്മർ ട്രാൻസ്ഫർ വിൻഡോ അടയ്ക്കുന്നത് വരെ ആയിരുന്നു നമ്മുടെ ചാനലിൽ നിരന്തരം അതിനെ പറ്റിയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ അടച്ചു കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട്, അല്ലെങ്കിൽ പിന്നെ അതിനെപ്പറ്റി പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം അടച്ചല്ലോ. സോ ഞാനും നിങ്ങളും പിന്നെ നിഖിൽ പറഞ്ഞിട്ടുള്ള പോലെ കുറേ ആംചെയർ വാരീസും ഒക്കെ കിടന്ന് ബഹളം വെച്ചത് അല്ലാണ്ട് വേറെ ബലമൊന്നും ഉണ്ടായില്ല. ബലം ഉണ്ടായത് സീസൺ തുടങ്ങി ഇപ്പോൾ 8 മത്സരങ്ങൾ അവസാനിച്ച് നിൽക്കുന്നൊരു സമയത്ത് നമ്മുടെ റിസൾട്ടാണ്. സോ അതിൽ സഫർ ചെയ്യുന്നത് നമ്മളും കൂടിയാണ് എന്നുള്ളതാണ്. ഇനിയും ആ ഒരു ട്രോഫി മെൻറ്റാലിറ്റിയൊക്കെ വന്നിട്ടുണ്ടോ എന്നുള്ളതൊക്കെ നമുക്ക് ജനുവരിയിൽ നോക്കാവുന്ന ഒരു കാര്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞാൽ പൊതുവിൽ നമ്മൾ ജനുവരിയിൽ അങ്ങനെ വർക്ക് ചെയ്യാൻ താല്പര്യമുള്ള ക്ലബ്ബല്ല എന്നുള്ളതാണ്. അപ്പോൾ ഏറ്റവും പ്രധാനമായിട്ടൊക്കെ നമുക്ക് പറയാനുള്ളത്, ജനുവരിയിൽ സൈൻ ചെയ്തത് ഡാനിഷ് ഫറൂഖിൻ്റെതും അതുപോലെ ഫെഡോ ചൊർണിച്ചിൻ്റെതുമാണ്. സോ ഇത് രണ്ടും കുറച്ച് ലേറ്റായിട്ട് വന്നിട്ടുള്ളവയാണ് എന്നുള്ളത് നമുക്ക് അറിയാവുന്ന കാര്യമാണല്ലോ. സോ ഫെഡോറിൻ്റെ കാര്യത്തിൽ ഒരുപാട് ലേറ്റായിപ്പോയി. കാരണം ലൂണ ഡിസംബർ മിഡോടുകൂടിയൊക്കെ ഇഞ്ചുറി ആയി പോയതിന് ശേഷം അത്രയും വൈകിയാണ് ടീമോട്ടൊക്കെ ഫെഡോർ സെറ്റായി വന്ന്. അത് ഇപ്പം ഇവാൻ്റെ സിസ്റ്റത്തിലാണെങ്കിലും അല്ലെങ്കിൽ അദ്ദേഹം ആ ഒരു ക്ലൈമറ്റുമായിട്ട് അഡാപ്റ്റ് ചെയ്യാനാണെങ്കിലും ഒക്കെ ഒരുപാട് സമയമെടുത്തു എന്നുള്ളതൊക്കെ അറിയാവുന്ന കാര്യം തന്നെ. സോ ഇവിടെയാണ് ഇപ്പം നമ്മുടെ ലൈവിലൊക്കെ വന്നിട്ടുള്ള അർജുനൻ ഉണ്ടല്ലോ, അപ്പം അവൻ്റെ ഒരു ട്വീറ്റ് എക്സിൽ കാണാനിടയായി. അപ്പം അത് ഞാൻ റീട്വീറ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. അത് ഒരു ഡിസ്കസ് ചെയ്യേണ്ട ഒരു പോയിൻ്റ് ആണെന്ന് തോന്നി. മറ്റൊന്നുമല്ല, നമ്മുടെ ആ ഒരു ജനുവരിയിലെ നമ്മുടെ ഒരു ട്രാൻസ്ഫർ വിൻഡോ ഉപയോഗിക്കുന്നതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണ്. അതായത് ഈ ഒരു ഡിസംബറോടുകൂടി നമ്മുടെ 14 മത്സരങ്ങൾ അവസാനിക്കും എന്നുള്ളതാണ്. അതായത് 24 മത്സരങ്ങളുള്ള ലീഗിൽ 14 മത്സരങ്ങളും ബ്ലാസ്റ്റേഴ്സ് കളിച്ചു കഴിയും. പിന്നീട് 10 മത്സരങ്ങൾ മാത്രമാണ് ബ്ലാസ്റ്റേഴ്സിന് 2025 അവശേഷിക്കുന്നത് എന്നുള്ളതാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, 2025 ജനുവരി മാസത്തിൽ തന്നെ നമുക്ക് 5 മത്സരങ്ങളുണ്ട് എന്നുള്ളതാണ്. അതായത് ജനുവരി ട്രാൻസ്ഫർ വിൻഡോ സാധാരണ ഇത് നമ്മൾ ക്ലോസ് ചെയ്യുന്ന സമയത്താണ് എന്തെങ്കിലും ചെയ്യുന്നുണ്ടാകുക. ജനുവരി ട്രാൻസ്ഫർ വിൻഡോ അടച്ചതിന് ശേഷം ബ്ലാസ്റ്റേഴ്സിന് അവശേഷിക്കുന്ന മത്സരങ്ങൾ എന്ന് പറഞ്ഞാൽ വെറും 5 മത്സരങ്ങളാണ് ലീഗിൽ എന്നുള്ളതാണ്. അപ്പം ഈ ഒരു അവസ്ഥയിൽ നമ്മൾ പ്രൊആക്റ്റീവായിട്ട് വർക്ക് ചെയ്തില്ല എങ്കിൽ, സോ പറഞ്ഞ പോലെ ജനുവരിയിൽ സൈനിങ് നടത്തുന്നതുകൊണ്ട് പ്രത്യേകിച്ച് അർത്ഥമൊന്നും ഉണ്ടായില്ല എന്നുള്ളതാണ്. എന്താണെങ്കിലും നമ്മുടെ മുൻകാല പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ച് ജനുവരിയിലെയൊക്കെ പ്രവർത്തനങ്ങൾ വെച്ച് എനിക്ക് ജനുവരിയിൽ ഒരു വലിയ സൈനിങ്സും കാര്യങ്ങളൊക്കെ നടത്തും എന്നുള്ളത് തോന്നുന്നില്ല. നമുക്കറിയാമല്ലോ ഏതൊക്കെ മേഖലയിലാണ് വേണ്ടത് എന്നുള്ളത്. സോ അവിടെ കൃത്യമായുള്ള റിക്രൂട്ട്മെൻറ്റ്സ് ആവശ്യമാണ്. എൻ്റെ അഭിപ്രായത്തിൽ അറ്റ്ലീസ്റ്റ് ഇന്ത്യൻ പ്ലേയേഴ്സിൻ്റെ കാര്യത്തിലെങ്കിലും അതിൽ നമ്മളൊന്ന് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബെനിഫിറ്റ് ഉണ്ടാകും എന്നുള്ളതാണ് തോന്നുന്നത്. സോ ഞാൻ ഈ ഒരു പ്രൊആക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്നൊരു സാഹചര്യം, അതായത് ഈ പറഞ്ഞ 47 ദിവസങ്ങളുണ്ട് ഈ പറഞ്ഞ ജനുവരി ട്രാൻസ്ഫറിൻ്റെ ഓപ്പൺ ആകുക. അപ്പം ഇപ്പോഴേ നമ്മൾ അതിനെപ്പറ്റി സംസാരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പം ആശിഷ് നെഗിയുടെ ഒരു ലൈവിനകത്ത് അദ്ദേഹം പറഞ്ഞ ജനുവരിയിലെ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. അതിലിപ്പം BFC ഒരു വിങ്ങർ നോക്കുന്നുണ്ട്, ഗോവ ഒരു വിങ്ങർ നോക്കുന്നുണ്ട്, പഞ്ചാബ് നിഹാലിന് ഒരു പെർമനൻറ്റ് ഡീലിന് വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട്, അതുപോലെ ഹൈദരാബാദ് FC കരൺജിത്തിന് വേണ്ടി ഒരു ചെയ്യുന്നുണ്ട്, അതുപോലെ ഈസ്റ്റ് ബംഗാൾ പുതുതായിട്ട് 3 ഫോറിനേഴ്സിനെ കൂടി അതായത് റീപ്ലേസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ അതായത് പല ക്ലബ്സും അവർക്ക് എവിടെയൊക്കെയാണ് പ്രശ്നങ്ങളുള്ളതെന്ന് വെച്ചിട്ട് ഇപ്പോഴേ അതിനുവേണ്ടി വർക്ക് ചെയ്യാൻ തുടങ്ങിയപ്പം പെട്ടെന്ന് തന്നെ എല്ലാവർക്കും ഇതേപോലെയൊക്കെ തന്നെയാണ്. ജനുവരി ഫെബ്രുവരി മാർച്ചിലൊന്നും കുറച്ച് മത്സരങ്ങളാണ് അവശേഷിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അത് ടീമിന് ബെനിഫിറ്റായിട്ട് മാറുകയുള്ളൂ എന്നുള്ളതാണ്. സോ ഇതൊക്കെ പറഞ്ഞിട്ട് പ്രത്യേകിച്ച് ഗുണമുണ്ടോ എന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ ഇവരെ തന്നെ ആളുകളൊക്കെ ന്യായീകരിക്കാനായിട്ട് വരുമ്പോഴത്തേക്കും നമ്മൾ മനസ്സിലാക്കിയിരിക്കാമല്ലോ ഇങ്ങനെയൊക്കെ മറ്റ് ക്ലബ്ബുകൾ ചെയ്യുന്നുണ്ട്, ഇതൊക്കെയാണ് അവസ്ഥ എന്നുള്ളതൊക്കെ മനസ്സിലാക്കാം. അപ്പം ഇതിനെ പറ്റിയിട്ട് സമയമില്ല ഇങ്ങനെയൊക്കെയുള്ളത് പറഞ്ഞു വരുമ്പോഴത്തേക്കും
നമ്മുടെ കയ്യിലൊരു പോയിന്റ് ഉണ്ടല്ലോ, ആ നിലയ്ക്ക് പറഞ്ഞതാണ്. എന്തെങ്കിലും ചെയ്യട്ടെ, അതാണ് ആഗ്രഹം. അത് തന്നെയാണ് ഇപ്പോൾ ഓരോ KBSC ആരാധകർ ഇത്രയും കൊല്ലമായിട്ട് ഇത്രയും സഫർ ചെയ്യേണ്ട സാഹചര്യത്തിലും നമ്മൾ ഒക്കെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സപ്പോർട്ട് ചെയ്യുന്നവർ ഒരിക്കലും എതിർത്ത് സംസാരിക്കാൻ പാടില്ല എന്നൊക്കെയുള്ള അലിഖിത നിയമങ്ങളൊക്കെ ഉണ്ടെന്നറിയാം. എങ്കിലും അത് പറഞ്ഞ പോലെ എന്താ പറയുക, നമ്മൾ ഫാക്ട്സ് നിരത്തുക, അതിന് കൃത്യമായിട്ടുള്ള മറുപടിയാണ് കിട്ടേണ്ടത്. അല്ലാണ്ട് പറയാൻ പാടില്ല എന്നൊക്കെ പറയുന്നത് ഫാസിസമാണ്. അത്രേ പറയാനുള്ളൂ. നിങ്ങളുടെ ഒപ്പീനിയൻ ഉറപ്പായിട്ടും കമ്പോസ് ചെയ്യാൻ പറ്റുക. സനിയ.